ആ ഇനിയിപ്പോൾ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂടി നിൻ്റെ ആങ്ങളൊക്കെ നിന്നോടുള്ള സ്നേഹം. അത് നീ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുമ്പോൾ അയ്യോ ആങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴുകല്ലേ നിനക്ക്. കള്ളനാ, എനിക്ക് അപ്പോഴേ അറിയാം. എന്തിന് അതൊന്നും വേണ്ട. എൻ്റെ വേറെ വഴികൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന് കുന്തം കിട്ടും. ഞാനേ നമ്മുടെ പാർട്ടി ഇടപെട്ടിട്ട് തൊഴിൽ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉത്തരവൊന്നും നടപ്പിലാവൂല. നീ വിഷമിക്കാതിരിക്കടി. ഞാൻ എന്തോരം സ്നേഹിച്ചത് ഇവൻ എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ വന്നു? എടി നിനക്ക് അവനോടുള്ളതൊന്നും അവന് തിരിച്ചില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് നിങ്ങൾ രണ്ടാളും ജീവിച്ചത്. ഇവ എന്തിങ്ങനെ ആയിപ്പോയത്? അയ്യേ, രൂപ 1 2 അല്ല 50,000 രൂപയാണ് എണ്ണി കൊടുത്തേക്കുന്നത് അവക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പൈസയും കൊടുത്തോ? പിന്നെന്താ ചുമ്മാ ജോലി കിട്ടുമെന്ന് വിചാരിച്ചാ? ഓ, കഴിഞ്ഞ ആഴ്ച അവര് ചിട്ടി വിളിച്ചായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴാ അവര് പൈസ കൊണ്ട് കൊടുത്തത്. എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല ക്ലീറ്റോ. നിന്നോടെങ്ങനെ പറയും? നിന്നോടൊക്കെ പറഞ്ഞിട്ട് പോയത് നടക്കുമോ? അവളുണ്ടല്ലോ, അവള് പാഷാണത്തി കൃമിയാണ് ആ പെണ്ണ്. എനിക്ക് പണ്ടേ അറിയാം. കെട്ടിയത് മുതൽ എനിക്ക് നോട്ടമുള്ളതാണ് അവള് ഈ കുഴപ്പക്കാരിയാണെന്നുള്ളത്. ആ പിന്നെന്താണ്, നമ്മളിങ്ങനെ എന്ന് ഇവിടെ ഇങ്ങനെ ചതഞ്ഞിറങ്ങി ചപ്പിളിയായി ഇവിടെ കിടക്കണം. അവരുടെ കാഴ്ചയില്ല, നമ്മൾ നന്നാവാൻ പാടില്ല. പക്ഷെ അവൻ എന്നെ ഓർക്കുമെന്നാ വിചാരിച്ചത്. ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെയാ ഞാൻ ജീവിക്കണെന്നുള്ളത് അവനറിയാമല്ലോ. അവൻ എന്നോട് ചെയ്യാൻ പാടുമോ? അതേണ്ട, നീ ചിന്തിക്കും പോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നല്ലോ, അതല്ലേ കുഴപ്പം. വിഷമിക്കല്ലേ, കർത്താവ് നമ്മളെ കൂടെയാണ് കേട്ടാ. ആ ജോലി കളയിപ്പിച്ചപ്പോ നമുക്ക് സമാധാനമല്ലേ? ആ ജോലി പോയോ? പോണോടാ, അത് പോവും. നീ എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഇപ്പൊ മനസ്സിലായോ ഗീറ്റോ പുലിയാണോ കഴുത പുലിയാണോ എന്നുള്ളത്? എന്താടാ അമ്മാവ, ഇവനുണ്ടല്ലോ 50,000 രൂപ കൈക്കൂലി കൊടുത്തിട്ട് ഇവക്ക് അംഗൻവാടിയിൽ ജോലി ശരിയാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചോ? ഇല്ലല്ലോ. കെട്ടിയവനും രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അഹങ്കരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെ മുമ്പിൽ കിടന്ന് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തേടാ. അങ്ങനെ ഇവിടെ കയറി ആരും അങ്ങനെ ഭരിക്കൊന്നും വേണ്ട. നീക്ക് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒന്നും അറിയണ്ട. നിനക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ കരുക? ഞാൻ ഇവിടെ കിടന്ന് തൊഴയണമെന്ന് നീ കാണുന്നതല്ലേ? എന്നിട്ട് എന്നെ കുറിച്ച് നീ ചിന്തിച്ചു. അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റിയല്ലോ. സ്വാർത്ഥനാവരുത് നീ. എന്റെ നാത്തൂന്റെ അംഗനവാടിയിലെ ജോലി എനിക്കല്ല. നീ ഒന്നും പറയണ്ട. നീ പറഞ്ഞു എന്നോട് ഒരു വാക്ക് പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും. നാത്തൂനെ 50,000 രൂപ കൊടുത്ത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ വഴി അത് ശരിയാക്കിയത് നാത്തൂന് വേണ്ടിട്ടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ മിണ്ടാതിരുന്നത്. അവന്റെ തങ്കം നീയെങ്കിലും കനകര് മനസ്സിലാക്കുന്ന ഞാൻ കരുതി. എനിക്ക് എന്റെ കാര്യം മാത്രമല്ലല്ലോ. നീ പോ. അതെ അളിയ, ആ ജോലി എങ്ങനെയെങ്കിലും ഒന്നുകൂടെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? Alien versus Alien.